ഇസ്ലാമിക് ആർട്ട് ഫെസ്റ്റിവലിന്റെ 26ാമത് എഡിഷന്റെ കാഴ്ചകളിലേക്കാണ് ഇനി. ഷാർജയിൽ പലയിടങ്ങളിലായിട്ടായിരുന്നു ഇത്തവണ ആർട്ട് ഫെസ്റ്റിവൽ നടന്നത്. ഏതാണ്ട് 70ഓളം ദിവസം നീണ്ടുനിന്നു ആ കാഴ്ചകൾ കാണാം. UAE സ്വദേശി ആർട്ടിസ്റ്റ് മഹ്റ അൽ ഫലാഹിയുടെ വർക്കുകളാണ് ഇത്. നമ്മുടെ ഒരു ഗാർഡൻ ഗ്ലോ എന്നുള്ള രീതിയിലാണ് ഇതിനെ മഹ്റ വർക്ക് ചെയ്തിരിക്കുന്നത്. തുണിയിൽ ക്യാൻവാസിലൊക്കെ ചെയ്ത് ബാക്കിൽ നിന്ന് ലൈറ്റപ്പ് ചെയ്തിട്ടുള്ള വർക്കുകളാണ്. അതേപോലെ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് ഫാബ്രിക് പെയിന്റുകളാണ്. സ്വദേശി ആർട്ടിസ്റ്റുകളുടെ കലാവൈദഗ്ധ്യം വ്യക്തമാക്കുന്ന മഹ്റയുടെ ഈ ദൃശ്യങ്ങൾ പോലുള്ള നിരവധി കാഴ്ചകൾ ഇത്തവണ ഈ ഫെസ്റ്റിവലിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ചിത്രകലയോടൊപ്പം തന്നെ UAEയുടെ വാസ്തുവിദ്യയും അതോടൊപ്പം വാസ്തുശില്പ ഭംഗിയും ഇത് രണ്ടും വ്യക്തമാക്കുന്നതാണ് ഈ കാഴ്ച. ഇത് അസ്മ ബെൽഹമർ UAE കലാകാരിയാണ്. അവർ നിർമ്മിച്ചിട്ടുള്ളതാണ്. 1960കളിൽ UAE സ്വദേശികളുടെ വീടുകളുടെ വാതിലുകൾ അതോടൊപ്പം തന്നെ അവരുടെ വീടുകളൊക്കെ എങ്ങനെയാണ് അലങ്കരിച്ചിരുന്നത്, അതിനുപയോഗിച്ചിരുന്ന കൊത്തുപണികൾ എന്തൊക്കെ, അതാണ് ഈ ദൃശ്യങ്ങൾ വിശദീകരിക്കുന്നത്. ലെഗോ ബ്രിക്സ് ഉപയോഗിച്ച് കുട്ടികൾ പലതരം രൂപങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇത് കൃത്യമായിട്ടുള്ള ഗണിതശാസ്ത്രവും അതോടൊപ്പം തന്നെ സംസ്കാരവും വാസ്തുശില്പ ഭംഗിയും എല്ലാം ചേർത്തുകൊണ്ട് അമേരിക്കൻ കലാകാരൻ ഒരുക്കിയിട്ടുള്ള കാഴ്ചയാണ്. ഒന്നും ഇത് ഒട്ടിച്ചിട്ടില്ല, ഗ്ലൂ ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ പശ ഉപയോഗിച്ചിട്ടില്ല, മറ്റേതെങ്കിലും തരത്തിൽ ചൂടാക്കി ഒട്ടിച്ചിട്ടൊന്നുമില്ല. ഒക്കെ ലെഗോ ബ്രിക്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാസ്തുവിദ്യ ഭംഗിയാണ് ഈ കാണുന്നത്. നമ്മൾ നിൽക്കുന്നത് നമ്മളെക്കാൾ ഉയരത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ഇരുവശങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഒരു ഇറാനിയൻ കലാകാരൻ്റെ കരവിരുതിൻ്റെ കാഴ്ചയാണ് ഇത്. സാധാരണ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഇയർബഡ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു കലാരൂപം, ഇല്യൂമിനേഷൻ എന്നാണ് അദ്ദേഹം ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇതിൻ്റെ വെളിച്ച വിന്യാസം ഇതിനെ പല രൂപങ്ങൾ നൽകുന്നുണ്ട് ഓരോ സമയത്ത്. മാത്രമല്ല ഒരേ വലുപ്പത്തിൽ ലക്ഷക്കണക്കിന് ബഡുകൾ അല്ലെങ്കിൽ ബഡ് പോലുള്ള ഇത്തരം സാധനം ഉപയോഗിച്ചാണ് അദ്ദേഹം ഇത് നിർമ്മിച്ചിട്ടുള്ളത്. എത്രയോ നാളുകൾ ഇത് എടുത്തിട്ടുണ്ടാകും. തീർച്ചയായും വല്ലാതെ നമ്മളെ അത്ഭുതപ്പെടുത്തും. പല പീസുകളായിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് ഇത്തരം ഒരു രൂപം നൽകുന്നത്. ലോകത്തെ പ്രധാന നഗരങ്ങളിൽ ഇസ്ലാമിക് കാലിഗ്രഫി എങ്ങനെയാണ് പ്രദർശിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാഴ്ച. അത് പാരീസ്, ലണ്ടൻ അങ്ങനെ പലയിടങ്ങളിൽ നിന്നുമുണ്ട്. വിശുദ്ധ നഗരങ്ങളായിട്ടുള്ള മക്ക ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലെ തന്നെ ജിദ്ദയുണ്ട്. ഇന്ത്യയിലെ 2 നഗരങ്ങളെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന് ജയ്പൂർ, മറ്റൊന്ന് ഹൈദരാബാദ്. ലണ്ടൻ, അതോടൊപ്പം ബാഗ്ദാദ്, ഇങ്ങനെ പല രാജ്യങ്ങളിൽ, സ്പെയിനിൽ നിന്നുള്ളതുണ്ട്. പല രാജ്യങ്ങളിലും ഇസ്ലാമിക കാലിഗ്രാഫിയും കലയും എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. സ്പാനിഷ് കലാകാരൻ അന്റോണിയോ സാറ്റിൻ്റെ വർക്കാണ് ഇത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, നിസ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മുസല്ല വെച്ചിരിക്കുകയാണെന്ന് തോന്നും. പക്ഷേ ഇതൊരു പെയിൻറ്റിംഗ് ആണ്. ഒരു കലാകാരൻ്റെ എത്രയോ നാളുകളുടെ അധ്വാനമായിരിക്കും ഇത്. കൃത്യമായി ഒരു മുസല്ല ഇങ്ങനെ വെച്ചിരിക്കുന്നത് പോലെ തോന്നും. അതിൻ്റെ നിറവും ഷെയ്ഡും അതിൻ്റെ അലങ്കാര ഭംഗികളും ഒക്കെ കാണുമ്പോൾ. പക്ഷേ അടുത്തെത്തുമ്പോഴാണ് നമുക്ക് ഇതൊരു ചിത്രമാണ്, ഒരു കലാകാരൻ വരച്ചതാണ് അല്ലെങ്കിൽ ഒരു കലാകാരൻ സൃഷ്ടിച്ചതാണെന്ന് മനസ്സിലാക്കുക. അന്റോണിയോ സാറ്റിൻ്റെ മറ്റ് 3 വർക്കുകൾ ആണ് ഈ കാണുന്നത് നമ്മൾ. ഇത് ഹാൻഡ് വർക്കാണ്. ഇതുപോലെ മറ്റ് 3 മറു സൈഡിലുമുണ്ട്. അങ്ങനെ 6 വളരെ ഈ ഹാൻഡ് വർക്കാണ് ഇതൊക്കെ. എത്രയോ കാലങ്ങൾ, എത്രയോ സമയമെടുത്തിട്ട് ചെയ്തത്, എത്രയോ സൂക്ഷ്മതയോട് കൂടി ചെയ്തിട്ടുള്ള വർക്കുകളാണ്.
ഒരു കലാസൃഷ്ടിക്ക് ഓരോ ആളുകളുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോഴും ഓരോ ആശയങ്ങളുണ്ടാകാം. അതോടൊപ്പം തന്നെ അത് നൽകുന്ന സന്ദേശവും ഉണ്ടാകും. ഈ കാണുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു ചാന്ദ്രമാസ പിറവിയുടെ പല രൂപങ്ങൾ കാണാം. UAE കലാകാരനായിട്ടുള്ള ഇമാൻ്റേതാണ് ഈ വർക്ക്. പൂർണ്ണചന്ദ്രനിലേക്ക് എത്തുന്നതിന് മുൻപ് ചന്ദ്രൻ ചെറുതാകുന്നു, പിന്നീട് അത് വലുതായി പൂർണ്ണചന്ദ്രനിലേക്ക് എത്തുന്ന ഒരു കാഴ്ച കാണാം. അതിനുശേഷം അത് വീണ്ടും ചെറുതായി പഴയ രീതിയിലേക്ക് വരുന്നതും കാണാം. ഇവിടെ ഇമാൻ എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഖുർആന്റെ വചനം എടുത്തു പറയുന്നുണ്ട്. സൂര്യനും ചന്ദ്രനും ഒന്നും ഒറ്റയ്ക്കല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന്. അതോടൊപ്പം തന്നെ വെളിച്ചമാണ് എല്ലാത്തിനും രൂപം നൽകുന്നത്, എല്ലാത്തിനും ഒരു ആശയം ഉണ്ടാക്കുന്നത്, എല്ലാം കാണാൻ നമ്മളെ സഹായിക്കുന്നതും വെളിച്ചമാണ്. ഇങ്ങനെ പല ആശയങ്ങൾ ഇമാൻ ഈ ദൃശ്യങ്ങളിലൂടെ നമ്മളുമായി സംവദിക്കുന്നു. ഇസ്ലാമിക് ആർട്ട് ഫെസ്റ്റിവലിൽ നമ്മളെ ഏറ്റവും അധികം വിസ്മയിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന ചിത്രമാണ് ഇത്. ബ്രിട്ടീഷ് കലാകാരനായിട്ടുള്ള ബെൻ ജോൺസൺ വരച്ചത്. അദ്ദേഹം അക്രിലിക് ഓൺ ക്യാൻവാസിൽ അക്രിലിക് പെയിന്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് തീർത്തിട്ടുള്ളത്. ആ പല നിലകളിലായിട്ടുള്ള ആ ചിത്രം നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ അതിൻ്റെ റിഫ്ലക്ഷൻസും അതിൻ്റെ മൈന്യൂട്ട് വർക്കുകളും എല്ലാം നമ്മൾ തീർച്ചയായും ഒരിക്കൽ പോലും ഇത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു ചിത്രം അല്ലെങ്കിൽ വരച്ച പെയിൻറ്റിംഗ് ആണെന്ന് നമുക്ക് തോന്നില്ല, ഒരു ഫോട്ടോ ആണെന്ന് തോന്നുകയുള്ളൂ. പക്ഷെ അടുത്തെത്തുമ്പോഴാണ് നമ്മളെ അക്ഷരാർത്ഥത്തിൽ ബെൻ ജോൺസൺ വിസ്മയിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് കലാകാരനായിട്ടുള്ള ബെൻ ജോൺസന്റെ തന്നെ വർക്കാണ് ഇത്. ഇതും നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ കാർവ് ചെയ്തതുപോലെയാണ് തോന്നുക. പക്ഷേ ഇതും അക്രിലിക് ഓൺ ക്യാൻവാസ് എന്ന് കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്യാൻവാസിൽ അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് വരച്ചിട്ടുള്ള ചിത്രങ്ങൾ. വരകളും വർണ്ണങ്ങളും വാസ്തുശില്പ ഭംഗിയും മാത്രം ചേരുന്നതല്ല, കരവിരുതിൻ്റെ കൗശലം, കരവിരുതിൻ്റെ സൗന്ദര്യം കൂടി നമുക്കിവിടെ കാണാൻ കഴിയും. ക്യുല്ലാർട്ട് പോലെ കടലാസുകൾ വെട്ടിയെടുത്ത് അതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള രൂപങ്ങളാണ്. അമേരിക്കൻ ആർട്ടിസ്റ്റായിട്ടുള്ള എറിക് ആണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ 3 വിസ്മയ കാഴ്ചകൾ ഇവിടെയുണ്ട്. കടലാസിൻ്റെ മറ്റൊരു മായക്കാഴ്ചയാണിത്. വെളിച്ചവും നിറവും ചേരുമ്പോൾ, വർണ്ണക്കടലാസും ചേരുമ്പോൾ എത്രത്തോളം നമ്മളെ അത് ആകർഷിക്കുന്നു എന്നുള്ളതാണ്. UK കലാകാരിയായിട്ടുള്ള പട്രീഷ്യയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, എത്രത്തോളം ക്ഷമയോടുകൂടിയാണ് ഒരു കലാകാരൻ, ഒരു കലാകാരി അല്ലെങ്കിൽ തൻ്റെ രൂപം ഒരുക്കുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. 24 രാജ്യങ്ങളാണ് ഇത്തവണ ഇസ്ലാമിക് ആർട്ട് ഫെസ്റ്റിവലിൽ പങ്കെടുത്തത്. അറബ് രാജ്യങ്ങളുണ്ട്, അറബ് അല്ലാത്ത മറ്റ് രാജ്യങ്ങളുമുണ്ട്. ഏതാണ്ട് 473ഓളം കലാകാരന്മാർ അവരുടെ സൃഷ്ടികൾ ഇവിടെ അവതരിപ്പിച്ചു. 70 ദിവസങ്ങളിലായി പല രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരാണ് ഇതൊക്കെ കാണാൻ ഷാർജയിലെത്തിയത്. പ്രദർശനവേള മാത്രമായിരുന്നില്ല, 114 ഇവന്റുകൾ കൂടി ഷാർജ ഇസ്ലാമിക് ആർട്ട് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് നടന്നു. അത് കലാരൂപങ്ങളുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള മത്സരങ്ങളുണ്ടായിരുന്നു, അതോടൊപ്പം പരിശീലന പരിപാടികളുണ്ടായിരുന്നു. പിന്നീട് UAE അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള അവരുടെ തനത് കലാരൂപങ്ങൾ, അയാല ഡാൻസ് അടക്കമുള്ള എല്ലാം അവതരിപ്പിച്ചു. ഏതാണ്ട് 52 എക്സിബിഷനുകളാണ് പലയിടങ്ങളിലായി നടന്നത്. ഷാർജ ആർട്ട് മ്യൂസിയം തന്നെയായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട വേദി. അതോടൊപ്പം തന്നെ ഹൗസ് ഓഫ് വിസ്ഡം, പിന്നീട് ഷാർജ റിസർച്ച് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ പാർക്ക്, യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജ, ഷാർജ കാലിഗ്രാഫി മ്യൂസിയം, ഇങ്ങനെ പലയിടങ്ങളിലെ ഗോർഫുഖാനിലെ ആംഫി തിയേറ്റർ, അതോടൊപ്പം തന്നെ എമിറേറ്റ്സ് സൊസൈറ്റി ഫോർ അറബിക് കാലിഗ്രാഫി, പല മേഖലകളിലായിട്ടാണ് ഇത്തരത്തിൽ എക്സിബിഷൻ നടന്നത്. എല്ലാ ഇടങ്ങളിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരവധി സന്ദർശകർ എത്തിയിരുന്നു.